കൊല്ലത്തുനിന്ന് വരുന്ന ഈ വാർത്ത നിങ്ങളൊന്ന് കാണണം. അധികാരികൾ എങ്ങനെയാണ് സാധാരണക്കാരെ ദ്രോഹിക്കുന്നത് എന്നുള്ളതിന്റെ നേർചിത്രമാണ്. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് KSEB ആണ്. കൊല്ലത്ത് ഒരു ലോട്ടറി വിൽപ്പനക്കാരനോട് KSEBയുടെ ക്രൂരത. കുരീപ്പുഴ സ്വദേശി ഷിബുവിന് 3 സെന്റ് ഭൂമിയാണുള്ളത്. ഈ 3 സെന്റ് ഭൂമിയിൽ അനുമതിയില്ലാതെ KSEB സ്റ്റേ കമ്പി സ്ഥാപിച്ചു. ദൃശ്യങ്ങളിൽ കാണാം. പുരയിടത്തിൽ വീട് വയ്ക്കാൻ കഴിയാതെ 5 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഷിബു. പ്രധാനമന്ത്രിയുടെ ലൈഫ് പദ്ധതിയിലൂടെ ഭവനത്തിനായി 4 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും സ്റ്റേ കമ്പി മാറ്റാതെ വീട് നൽകില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ദിലീപ് ദേവസെ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ദിലീപ് ദേവസെ കാര്യങ്ങൾ വിശദീകരിക്കും. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ് ദിലീപ്. KSEBയുടെ ഒരു പോസ്റ്റിന്റെ സ്റ്റേ വെയർ ഇടാൻ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ 3 സെന്റ് പുരയിടത്തിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഈ പാവപ്പെട്ട ഷിബുവിന് വീട് കിട്ടുന്നു എന്ന സാഹചര്യം വരുമ്പോൾ അതവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞാൽ അത് എടുത്തു മാറ്റുന്നതുമില്ല. എന്താണ് KSEB പറയുന്നത്? സ്റ്റേ വെയർ വേറെ എങ്ങും പിടിപ്പിക്കാൻ സ്ഥലം കണ്ടില്ലേ KSEBക്ക്? ദിലീപ് ദേവസ്യ. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. KSEB പറഞ്ഞിരിക്കുന്നത് കടലാസിൽ കൊടുക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ ആവശ്യം ഇങ്ങനെയാണ്. ഈ സ്റ്റേ കമ്പി സ്ഥാപിക്കുമ്പോൾ ഷിബുവും കുടുംബവും ഇവിടെ ഇല്ലായിരുന്നു. പഴനിയിൽ പോയ സാഹചര്യത്തിലാണ്, അവിടെ ഈ വീട്ടിൽ ആളില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ അന്നൊരു ഷെഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഓല ഷെഡായിരുന്നു. ഈ സമയത്ത് KSEBക്കാർ വന്ന് ഈ ഭൂമിയുടെ നടുഭാഗത്ത് തന്നെ ഈ സ്റ്റേ കമ്പി സ്ഥാപിക്കുന്നു. ഇപ്പോൾ ഈ സ്റ്റേ കമ്പി മാറ്റണമെങ്കിൽ 25,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. 25,000 രൂപ നൽകാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് MP-യെയും MLA-യെയും ഒപ്പം വൈദ്യുതി മന്ത്രിയെയും എല്ലാ മന്ത്രിമാരെയും എടുക്കും. ജില്ലയിലെ ചിഞ്ചുറാണി മിനിസ്റ്ററെ കണ്ടു, MP-യെ കണ്ടു, MLA-യെ കണ്ടു. അപ്പോൾ ഈ 25,000 രൂപയിൽ നിന്ന് 15,000 രൂപയാക്കി കുറച്ചു കൊടുത്തു. ആരാണ് ഇതിന് ഉത്തരവാദി? 15,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇദ്ദേഹം എത്ര ലോട്ടറി വിൽക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കമ്പി മാറ്റാൻ വേണ്ടിയിട്ട് 15,000 രൂപയാണ് KSEB ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കമ്പി മാറ്റിയാൽ മാത്രമേ ഇദ്ദേഹത്തിന് ഇവിടെ ഒരു വീട് വെക്കാൻ പറ്റുകയുള്ളൂ. അത് ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. അവിടെ ഇൻസ്പെക്ഷന് വന്നപ്പോൾ ഈ കമ്പി മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇപ്പോൾ വീട് കിട്ടൂ. ഇതിനുവേണ്ടി KSEBയുടെ ഓഫീസ് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. മേയർ അടുത്ത് ഈ കാര്യങ്ങൾ, അതായത് കൊല്ലം മേയർ അടുത്തെത്തി. മേയർ ഇത് അജണ്ടയിൽ വെച്ചു, കൗൺസിലിൽ അജണ്ടയിൽ വെച്ചു. ഉദ്യോഗസ്ഥരാണ് ഇതിന് എതിർപ്പ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് പറയുന്നത്. നമ്മളോടൊപ്പം ലോട്ടറി കച്ചവടക്കാരനായ ഷിബു, ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് ഇത്? ഈ കമ്പി സ്ഥാപിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ആരോട് ചോദിച്ചായിരുന്നു? ആരോടും ചോദിച്ചില്ല. നമ്മൾ പളനി പോയിട്ട് തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കിന് 5 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേന് ഇത് കണ്ട്. അപ്പോൾ ഓടി നമ്മൾ KSEBയിൽ ചെന്ന് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്നൊരു അപകട ഭീതി, പിന്നെ ജനങ്ങൾക്കൊരു പെട്ടെന്നൊരു അപകടം വരുത്തില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് സ്റ്റേ കമ്പി സ്ഥാപിച്ചതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് PMA മുഖേന ഒരു വീട് വെക്കാൻ അനുമതിയൊക്കെ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അത് മാറ്റണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഉടനെ മാറ്റാം. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കോർപ്പറേഷനിൽ നിന്ന് PMA മുഖേനുള്ളൊരു പേപ്പർ വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഷൈബുവാണ്, സബ് എഞ്ചിനീയർ ഷൈബു, 25,000 രൂപ അടയ്ക്കേണ്ട വരും, ഇതങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആരൊക്കെ കണ്ടു? ഇപ്പോൾ ഞാൻ 5 വർഷം കൊണ്ട് ഇപ്പം തുടക്കം സ്റ്റേ കമ്പി സ്ഥാപിച്ചപ്പോൾ അന്നേരം പോയി കണ്ട്. അപ്പോൾ ഉടനെ മാറ്റാമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വാർഡ് കൗൺസിലറെ പോയി കണ്ട്. വാർഡ് കൗൺസിലറെ കണ്ടിട്ട് ഇപ്പോഴൊന്നും പൈസ അടച്ചാലേ പറ്റത്തുള്ളതാണ് ഇവിടുത്തെ ഡിവിഷനിലെ കൗൺസിലർ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മുകേഷ് MLA പോയി കണ്ട്. മുകേഷ് MLA എനിക്കൊരു ലെറ്റർ തന്നിട്ട് ഒപ്പിട്ടിട്ട് തന്നിട്ട് പറഞ്ഞ് ഇത് കൊല്ലത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്താൽ മതി, മാറ്റിത്തരാമെന്ന്. അവിടെ കൊടുത്തിട്ടും ഇത് പ്രയോജനം ഉണ്ടായില്ല. പിന്നെ മുൻ മേയർക്കും ഞാൻ കൊടുത്തു. പിന്നെ ചിഞ്ചൂറാണി, നമ്മളെ ഈ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ മിനിസ്റ്റർ വീട്. ഞാൻ ഓടിപ്പോയി അവിടെ പോയി കണ്ട്. അപ്പോൾ എന്നെ സെക്രട്ടേറിയറ്റിൽ വിളിപ്പിച്ചിട്ട് വൈദ്യുതി മന്ത്രിക്ക് എന്നെ കൊണ്ടൊരു അപേക്ഷ കൊടുപ്പിച്ച്. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്ത് പറയുന്നു? ഇപ്പോഴും പൈസ അടയ്ക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഡോക്ടർ അരുൺകുമാർ, എങ്ങനെയാണ് ചെയ്യുക? എത്ര ദിവസം എത്ര ലോട്ടറി? ഒരു ദിവസം 90 ലോട്ടറി വരെ വയ്ക്കും. അതാണ് ആകെയുള്ള വരുമാനം. ഇപ്പൊ വരുമാനം നിലച്ച്. കാര്യം എന്ന് വെച്ചാൽ പ്രൈസും വെട്ടി കുറച്ച് നികുതി ഞങ്ങളുടെ തൊഴിലാളികളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച്. ഷിബുവിനോട് പറയൂ, നമ്മൾ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റേ കമ്പി, പുരയിടത്തിലുള്ള സ്റ്റേ കമ്പി നമ്മൾ മാറ്റിക്കൊടുത്തു. എന്ത് സംഭവിച്ചാണെങ്കിലും നമ്മൾ മാറ്റി കൊടുക്കാം. കാര്യം ഈ നമ്മൾ സാധാരണ നാടൻ ഭാഷയെ പറയും, ഇച്ചിരി കടന്നുപോയാൽ പ്രേക്ഷകരൊന്ന് ക്ഷമിക്കണം, ഈ പോക്കൃത്തരം കാണിക്കരുതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്. KSEB എടുത്ത് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പണി നിങ്ങൾ കാണിക്കരുത്. 3 സെന്റ് സ്ഥലം മാത്രമാണ് ഷിബുവിനുള്ളത്. ആ ഷിബുവിന്റെ പുരയിടത്തിൽ കയറി നിങ്ങൾ പോസ്റ്റിന് സ്റ്റേ കമ്പി ഇട്ടു. ശരി, അന്ന് ഷിബു അവിടെ ഇല്ല, പളനി പോയതുകൊണ്ട് ഞങ്ങൾ സ്റ്റേ കമ്പി ഇട്ടു പറഞ്ഞത് മനസ്സിലായി. ഇപ്പോൾ ഷിബു നാട്ടിലുണ്ടല്ലോ. അയാൾ ലോട്ടറി വിൽപ്പനക്കാരനാണ്. ഒരു ദിവസം 90 ലോട്ടറിയാണ് വിൽക്കുന്നത്.
നിങ്ങൾ വലിയ എഞ്ചിനീയർമാരായിരിക്കും, KCBക്ക് നിത്യശമ്പളവും നിങ്ങൾക്ക് കിട്ടും, നാട്ടുകാരെ പരമാവധി വേറെ രീതിയിലൊക്കെയാണല്ലോ നിങ്ങളത് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചത് അന്യായമാണ്. എന്നിട്ട് ഈ 3 സെന്റ് സ്ഥലം അയാൾക്ക് ഒരു വീട് വയ്ക്കാനുള്ള ഒരു അവസരം വരുമ്പോൾ നിങ്ങളത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, KCB കൊണ്ടിട്ട് സ്റ്റേ കമ്പി മാറ്റാൻ വേണ്ടി ഈ ഷിബു 25,000 രൂപ കൊടുക്കണമെന്ന് പറയാൻ ഉളുപ്പില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും എഞ്ചിനീയർ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇത്രയും ജനപ്രതിനിധികൾ പറഞ്ഞിട്ടും KCBക്ക് ഈ ധാർഷ്ട്യമാണെങ്കിൽ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? മന്ത്രി ഇതൊക്കെ കാണുന്നുണ്ടോ? പിന്നെ മന്ത്രിക്ക് ഇതൊക്കെ കാണാനല്ലേ സമയം. അങ്ങനെ കാണുവാണെങ്കിൽ KCB ഈ പരുവത്തിലാവൂ. എന്തായാലും ഇക്കാര്യത്തിൽ KCBയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സാധാരണക്കാരനായ ലോട്ടറി കച്ചവടക്കാരൻ്റെ 3 സെന്റിന്റെ പുറയെടുത്ത് അയാളോട് ചോദിക്കാതെ കൊണ്ട് സ്റ്റേ കമ്പി ഇട്ടിട്ട് അയാൾക്കത് വീട് വെക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് മാറ്റിക്കൊടുക്കാൻ 25,000 രൂപ അയാൾ കൊടുക്കണമെന്ന് പറയുന്ന വിചിത്രമായ പരിപാടിയാണ്.